പാസ്റ്റർ, ഈ കത്തോലിക്ക സഭ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ കത്തോലിക്ക സഭ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കത്തോലിക്ക സഭ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന, എല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തിലും ഉപയോഗിക്കുന്നതാണ് കത്തോലിക്ക സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. കത്തോലിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം, അത് വരുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. കാത്തോലിക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് കത്തോലിക്ക എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം സാർവത്രികം എന്നാണ്. സാർവത്രികം അല്ലെങ്കിൽ എല്ലാം ഉൾക്കൊള്ളുന്നത്, പൊതുവായത് എന്നൊക്കെ അർത്ഥം അതിനുണ്ട്. അപ്പോൾ എന്താണ് ഈ പൊതുവായിട്ടുള്ളത്? എല്ലാ വർഗങ്ങളും ജാതികളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ കത്തോലിക്ക എന്നുകൊണ്ട് സാമാന്യ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈശോയ്ക്ക് ശേഷം AD 110 സ്മിർനായിലെ സഭയ്ക്ക് വിശുദ്ധ ഇഗ്നേഷ്യസ്, അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് എഴുതിയ എഴുത്തിലാണ് നമ്മൾ ഈ പദം ആദ്യമായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ ഇത് റോമിൽ നിന്ന് അല്ലെങ്കിൽ റോമാ സഭയിൽ ഉപയോഗിച്ചിരുന്ന പദമായിരുന്നില്ല, മറിച്ച് ഇത് അന്ത്യോക്യ എന്ന് പറയുന്നത് സിറിയയിലും ദമാസ്കസ് ആ ഏരിയയിലുള്ള നമ്മുടെ ടർക്കിയോടൊക്കെ ചേർന്നെടുക്കുന്ന സ്ഥലം, അവിടുത്തെ പത്രിയാർക്കീസ് അല്ലെങ്കിൽ മെത്രാനായിരുന്ന ഇഗ്നേഷ്യസ് ആണ് ആദ്യം ഈ പറയുന്ന വാക്ക് സഭയിൽ ഉപയോഗിച്ചത്. സഭ സാർവത്രികമാണ്, സഭ കത്തോലിക്കമാണ് എന്ന് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് വലിയ അർത്ഥം ഉണ്ട്, അർത്ഥതലമുണ്ട്. അതായത് സഭ പാശ്ചാത്യമോ പൗരസ്ത്യമോ എന്നതിനേക്കാൾ ഉപരി സാർവത്രികമാണ്, കാതോലികമാണ്. അത് ഇതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 5 ഭൂഖണ്ഡങ്ങളിലായിട്ട് സഭയുന്നുണ്ട് അല്ലേ? 5 ഭൂഖണ്ഡങ്ങളിലായിട്ട് സഭയുന്നുണ്ട്. വ്യത്യസ്ത ഭാഷകളുണ്ട്, വ്യത്യസ്ത സംസ്കാരങ്ങളുണ്ട്, വ്യത്യസ്ത വംശങ്ങളുണ്ട്. റേഷ്യസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ ഗോത്രങ്ങൾ, അതുപോലെ തന്നെ ക്ലാൻസ്, അങ്ങനെ എല്ലാം വ്യത്യസ്തമായ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ് കർത്താവിൻ്റെ ഭൗതിക ശരീരമായ സഭ. ചരിത്രത്തിൽ ഈ സഭയ്ക്ക് 6 പാരമ്പര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ലത്തീൻ ഭാഷ ഉപയോഗിക്കുന്ന റോമൻ പാരമ്പര്യം, ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കുന്ന ബിസന്റൈൻ പാരമ്പര്യം, കോപ്റ്റിക് ഭാഷ ഉപയോഗിക്കുന്ന അലക്സാൻഡ്രിയൻ പാരമ്പര്യം, പാശ്ചാത്യ സുറിയാനി ഭാഷ ഉപയോഗിക്കുന്ന അന്ത്യോക്യൻ പാരമ്പര്യം, അതുപോലെ തന്നെ അർമേനിയൻ ഭാഷ ഉപയോഗിക്കുന്ന അർമേനിയൻ പാരമ്പര്യം, പൗരസ്ത്യ സുറിയാനി ഉപയോഗിക്കുന്ന സുറിയാനി പാരമ്പര്യം അല്ലെങ്കിൽ കൽദായ പാരമ്പര്യം. അങ്ങനെ 6 വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ, വ്യത്യസ്ത ഭാഷകളിൽ, ഭൂമിയുടെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഈ കത്തോലിക്ക സഭ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ റോമൻ കത്തോലിക്ക എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അത് സാധാരണ നമ്മളെല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സിലുള്ളൊരു സംശയമാണ്. ഈ റോമൻ കത്തോലിക്കയാണല്ലോ ശരിയായ കത്തോലിക്ക എന്നൊക്കെ പലരും പറയാറുണ്ട്. പലരും ഇപ്പോൾ ഒരുപാട് മീഡിയ ചർച്ചയുള്ളൊരു വിഷയമാണ് റോമൻ കത്തോലിക്ക. ശരിയാണ്, റോമൻ കത്തോലിക്ക എന്നുള്ളത് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്ന വാക്കാണെങ്കിലും കത്തോലിക്ക സഭയിലെ ഈ 6 പാരമ്പര്യങ്ങളിൽ ഒരു പാരമ്പര്യം മാത്രമാണ് റോമൻ കത്തോലിക്ക പാരമ്പര്യം. സുറിയാനി കത്തോലിക്ക പാരമ്പര്യമുണ്ട്, ബിസന്റൈൻ കത്തോലിക്ക പാരമ്പര്യമുണ്ട്, അലക്സാൻഡ്രിയൻ കത്തോലിക്ക പാരമ്പര്യമുണ്ട്, കോപ്റ്റിക് അല്ലെങ്കിൽ അർമേനിയൻ കത്തോലിക്ക പാരമ്പര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സഭയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഈ 6 പാരമ്പര്യങ്ങൾ പറഞ്ഞല്ലോ, അതിൽ തന്നെ ഉപവിഭാഗങ്ങളുണ്ട്. ആ ഉപവിഭാഗങ്ങളിൽ ഓരോ സഭയ്ക്കും ഓരോ പാരമ്പര്യത്തിനും തൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ചരിത്രമുണ്ട്, ആരാധനക്രമമുണ്ട്, ദൈവശാസ്ത്രമുണ്ട്, ആധ്യാത്മികതയുണ്ട്, കാനോൻ പോലും ഉണ്ട്. ഓരോ സഭയ്ക്കും സ്വന്തമായിട്ടുള്ള പ്രത്യേക നിയമങ്ങളടങ്ങുന്ന സ്വന്തം കാനോനുകൾ. ഉദാഹരണത്തിന് അന്ത്യോക്യൻ സഭയുടെ കാനോനുകൾ പറയുന്ന പേരാണ് ഹൂദായ കാനോൻ, മനസ്സിലായോ? അല്ലെങ്കിൽ പൗരസ്ത്യ സഭകളുടെ എന്ന് പറയുന്ന കാനോൻ നിയമത്തെ പറയുന്നതാണ് അബ്ദീഷോ കാനോൻ. അങ്ങനെ ഓരോ സഭയ്ക്കും സ്വന്തമായ കാനോൻ പോലും ഉണ്ട്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ മാർപ്പാപ്പ മുകളിലിരിക്കുന്നു ബാക്കിയുള്ളവർ താഴെയിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമല്ല. മറിച്ച് വിവിധ സഭകളുടെ, വ്യക്തിസഭകളുടെയും സ്വതന്ത്ര അധികാരമുള്ള, സ്വയംഭരണാധികാരമുള്ള സഭകളുടെയൊക്കെ കൂട്ടായ്മയാണ് ചരിത്രത്തിലെ കത്തോലിക്ക സഭ.
അതാണ് വത്തിക്കാൻ കൗൺസിൽ വീണ്ടും പുനർസ്ഥാപിച്ചത്. അതാണ് ഇപ്പോഴുള്ള കത്തോലിക്ക സഭയും. അങ്ങനെ ഒരു സഭയുടെ പക്ഷേ നമുക്ക് പരിചിതമായിട്ടുള്ള പേര് തീർച്ചയായിട്ടും റോമൻ കത്തോലിക്ക എന്നുള്ളത് തന്നെയാണ്. അതിന് തെറ്റൊന്നുമില്ല. അത് തെറ്റായിട്ടുള്ള പ്രയോഗം എന്നുള്ളതല്ല. അത് കത്തോലിക്ക കൂട്ടായ്മയിലെ ഒരു സഭ മാത്രമാണ്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ സുറിയാനി കത്തോലിക്കരുണ്ട്. സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ തന്നെ 3 ഉപവിഭാഗങ്ങളുണ്ട്. ഏതാണ്? സീറോ മലബാർ സഭയുണ്ട്, സീറോ മലങ്കര സഭയുണ്ട്, കാനായ കത്തോലിക്കരുണ്ട്. അങ്ങനെ 3 സുറിയാനി സഭകളിൽ തന്നെ 3 കത്തോലിക്കരുടെ ഇടയിൽ തന്നെ 3 വിഭാഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാർവത്രികമായി സഭ 5 ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സഭ 6 വ്യത്യസ്തമായ പാരമ്പര്യങ്ങളുടെ കൂട്ടായ്മയാണ്, 6 വ്യത്യസ്തമായിട്ടുള്ള ചരിത്രത്തിൻ്റെ കൂട്ടായ്മയാണ്, 6 വ്യത്യസ്തമായ ദൈവശാസ്ത്രത്തിൻ്റെ കൂട്ടായ്മയാണ്, 6 വ്യത്യസ്തമായ ആധ്യാത്മിക പ്രവർത്തനമാണ്. ഒരേ ദിശയിലൂടെ അല്ലെങ്കിൽ ഒരേ രീതിയിൽ പോകുന്ന, അവിടെ മാർപ്പാപ്പ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല. കാരണം കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ വ്യത്യസ്തതകളെ അംഗീകരിക്കുന്ന ഒരു സമൂഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്.